കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ വെറുതെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. ആ ഒരു വീഡിയോ കുറച്ച് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ചിന്തകളൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിന് പാദസരം ധരിക്കരുതെന്ന്. കാരണം അരയ്ക്ക് കീഴെ ആ ഒരു ലോഹം ധരിക്കാൻ പാടില്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ധരിച്ചിരുന്നു കേട്ടോ, അറിവില്ലായ്മയുടെ കാലത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി, ഇനി നമ്മളത് ധരിക്കുന്നതുകൊണ്ടാണോ എനിക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഫിനാൻഷ്യലി വരുന്നതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൻ്റെ തോന്നൽ, ഞാൻ ആ പാദസരം ഊരി അമ്പലത്തിലേക്ക്, അതായത് വഴിപാടായിട്ട് ആ പാദസരം അല്ല, കൊണ്ടുപോയി മാറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും ഇതല്ലേ. സത്യത്തില് ഇവരുടെ ചാനലിലൂടെ ഒത്തിരി തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സമകാലീനമായ കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയില് ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തോന്നി. സത്യത്തില് ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ, അവർ ആ പറഞ്ഞ വാക്ക് വളരെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ അവരെ കാലിൽ സ്വർണ്ണപാദസരം ധരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് അവരുടെ തോന്നലിൽ നിന്നാണ്, അവിടെയും ആ ഒരു വാക്ക് അവർ പറയുന്നത്, എന്റെ ഉള്ളിൽ നിന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അവർ ചിന്തിക്കുകയും അങ്ങനെ സ്വർണ്ണക്കൊലുസ് ഉപയോഗിക്കുന്നത് നിർത്തി എന്നുള്ളതുമാണ് അവർ പറഞ്ഞ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് വരുന്നതിന് മുന്നേ വിശ്വാസവും അവിശ്വാസത്തെക്കുറിച്ച് അവരുടെ ആ വീഡിയോന് താഴെ ഒരു കോമന്റ് വന്നു. അവിശ്വാസം അല്ല, അന്ധവിശ്വാസം കേട്ടോ. അപ്പോൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കലേ ചേച്ചി എന്നുള്ളതായിരുന്നു ആ കോമന്റ്. അവർ പറയുന്നുണ്ട്, അന്ധവിശ്വാസവും ഒരു തരം വിശ്വാസമാണ് എന്ന് അവര് ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. സത്യത്തില് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ആകെ പോലുള്ള ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അതിർവരമ്പുകൾ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സ്ത്രീജനങ്ങളും അല്ലെങ്കിൽ ഒരുപക്ഷെ ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ അവരിലേക്ക് എത്തിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ അന്ധവിശ്വാസത്തിന്റെ വിത്തുകള് പാകുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അവരിലേക്ക് അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്? അതായിരുന്നു എന്റെ ചിന്ത. അതായത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ കോമന്റ് ബോക്സിൽ പറയാനായിട്ട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ വേറെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വസിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മുടെ മാതാപിതാക്കള്, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്, മാതാപിതാക്കള്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവര്, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകള് നമ്മളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും അല്ലെങ്കിൽ മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം നോർമലൈസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മളും ആ വിശ്വാസത്തിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ജീവിച്ചു വരുന്ന ഒരാൾക്ക് ഉള്ളിൽ ആ തോന്നലുണ്ട്, അവർ പറഞ്ഞതാണ് ശരി എന്നുള്ളത്. അങ്ങനെയുള്ള ആ തോന്നല് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കാണുന്നത്. ആ ഒരു തോന്നൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബന്ധപ്പെടുത്താൻ തോന്നില്ല. അപ്പോ അന്ധവിശ്വാസവും ഒരു വിശ്വാസമാണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ അതിർവരമ്പുകൾ വേർതിരിച്ചറിയാൻ സാധിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, സാധാരണക്കാർ ഇത് വിശ്വസിച്ച് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നതിനേക്കാളും ബുദ്ധിമുട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ, അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് പോലെ പറയാമെങ്കിലും, പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് അത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആ ചിന്തകൾ കൊടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ ഇവിടെ നമ്മൾ സ്വർണ്ണക്കൊലുസിന്റെ കാര്യം തന്നെ എടുക്കാം. സ്വർണ്ണക്കൊലുസ് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, അരയ്ക്ക് കീഴെ ധരിക്കരുത്, അല്ലെങ്കിൽ സ്വർണം എന്നുള്ള ലോഹം ധരിക്കരുത് എന്നുള്ളതാണ് വിഷയം. ശരിക്കും അത് എനിക്കറിയില്ല ഏതെങ്കിലും ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതിലും ഉപരി എനിക്ക് തോന്നുന്നത് സ്വർണം എന്നുള്ളത് ഒരു വില കൂടിയ ലോഹമാണ്. നമ്മുടെ ഒരു സാധാരണ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിയാണ് അതൊരു വില കൂടിയ ലോഹമാണ്. ഇത് സ്വർണ്ണ കൊലുസായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ശരീരഭാഗമായതുകൊണ്ട് തന്നെ മറ്റുള്ളവര് നഷ്ടപ്പെട്ടാല് പെട്ടെന്ന് തിരിച്ചറിയില്ല, നമ്മളും തിരിച്ചറിയില്ല,
മറ്റുള്ളവരും തിരിച്ചറിയില്ല. അതേസമയം ഒരു മാല അല്ലെങ്കിൽ കമ്മലൊക്കെ ആണ് എങ്കിൽ അത് ഇന്നെന്ത് കമ്മൽ ഇട്ടിട്ടില്ല, മാല എന്ത് പറ്റി ഇടാത്തത്, അല്ലെങ്കിൽ കമ്മൽ ഒരെണ്ണം കാണാനില്ലല്ലോ എന്ന് നമ്മളോട് ആളുകൾ ചോദിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെട്ടത് തിരിച്ചറിയാനുള്ള ഒരു അവസരമുണ്ട്. അതുകൂടാതെ പണ്ട് കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുളിക്കാനായിട്ട് കുളക്കടവിലും അതുപോലെ തന്നെ പുഴക്കരികില് നമ്മൾ വസ്ത്രങ്ങൾ നനയ്ക്കാനും ഒക്കെ പോകുമ്പോൾ ഈ ഒരു സംഭവം നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. ഈ ഒരു ലോജിക്ക് ആയിരിക്കില്ലേ കൂടുതലും നല്ലത്. അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉപയോഗിക്കാതിരുന്നു എന്നുള്ളത്, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കിയതായിരിക്കില്ലേ. ആ ഒരു ചിന്തയാണ് നമ്മളിലേക്ക് എത്തിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദേവീ ചിത്രങ്ങളിലും ഒക്കെ ഈ സ്വർണ്ണക്കൊലുസ് ഉപയോഗിക്കുന്നത് എല്ലാത്തിനും നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് ഒരുപാട് പോയിന്റ്സ് ഒക്കെ പറയാൻ സാധിക്കും. പക്ഷേ ഈവൻ തമിഴിലെ ഏറ്റവും വലിയ മഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരത്തില് കനകയുടെയും കോവലന്റെയും കഥ പറയുമ്പോൾ അതിലും ഈ ചിലമ്പ് പറയുന്നുണ്ട്. രത്നങ്ങൾ അടങ്ങിയ സ്വർണ്ണ ചിലമ്പിന്റെ കഥ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇതിലും അത് നോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് പാടെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അതൊരു നല്ല ശീലമല്ല, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഉപയോഗിച്ചിരുന്ന കാലത്ത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോമന്റ് ബോക്സിൽ നിർദ്ദേശങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുമായിട്ട് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാനുള്ള ഒരു സംഭവം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അരക്ക് കീഴെ സ്വർണം ധരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ തോന്നലിൽ നിന്നുമാണ് നമ്മളത് കണക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാത്തിടത്തോളം കാലം നമ്മളെ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ആ ഒരു വേർതിരിവ് എവിടെയാണ് എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ലോജിക്കുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുമായിരിക്കാം. സാധാരണക്കാർക്ക് അതെപ്പോഴും പ്രത്യേകിച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.